അധികം എന്നാ പരിപാടി അറിയോ സേ? മൊബൈൽ ഇങ്ങനെ സ്വിച്ച് ഓഫ് ആക്കി വെക്കാവോ? എപ്പോൾ തൊട്ട് വിളിക്കുക? അതിപ്പോ ജോസാറേ, ഈ ചങ്ങായിക്ക് എത്രപ്പാട് നമ്പർ ഉണ്ടാവും? എല്ലാം കൂടി ഒപ്പം ഓണാക്കി വെക്കാൻ കഴിയുമോ? അല്ല റിയാസേ? എങ്ങോട്ടാ? ബാക്കി പിന്നെ കാണാം. നടക്കും. സാറേ പ്രശ്നമാണോ? അതൊക്കെ അവർ കൈകാര്യം ചെയ്തോളൂ. റിപ്പോർട്ട് റെഡിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. വാഷാഫി, ഇനി നമുക്ക് കയറാൻ സമയമായി. ഓക്കെ, താങ്ക് യു. എന്ത് ചെമ്മോട് കാണിക്കണം? നിങ്ങളോട് ആരാ പറഞ്ഞത് തല്ലാൻ പറഞ്ഞത്? എന്തെങ്കിലും സംഭവിച്ചു പോയി ഞാൻ ഉത്തരവാദിത്തം ചെയ്യണ്ടേ? പറഞ്ഞു. ഞാനല്ലേ സാറ് അവന് കൊന്നത്? അത് പിന്നെ പോലീസുകാരോട് കള്ളം പറഞ്ഞാൽ ഒരുവിനെ തല്ലൂല്ലേ? ഒരു 2 കൂടി പൊട്ടിച്ചിട്ടുണ്ടെങ്കിലേ തത്ത പറയുന്ന പോലെ പറയും അല്ലേ ദിവസേ? നോക്കി കണ്ട് കഴിച്ചില്ലല്ലേ? വീട്ടിലിരിക്കേണ്ടി വരുവേ. പൊട്ടിക്കാൻ നടക്കുന്നു. റിയാസ് എന്തിനാ വഹാബിനെ കൊന്നത്? വല്ല വൈരാഗ്യം ഉണ്ടായിരുന്നു? നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സാറേ. മനസ്സിലാവുന്നില്ല? എന്നാ പിന്നെ റിയാസിന് മനസ്സിലാവുന്ന കാര്യങ്ങൾ ചോദിക്കാം. 19-ാം തീയതി വിപ്ലവിന്റെ പേരിൽ റിയാസ് 2 സിം എടുത്തു. 26-ാം തീയതി മുതൽ ആ 2 സിം ഓഫാണ്. എന്തിനാ 2 സിം എടുക്കും? ഉത്തരവില്ല. ശരി, 25-ാം തീയതി രാത്രി അബ്ദുൾ വഹാബിന്റെ വീട്ടിലെ ടവർ ലൊക്കേഷന്റെ പരിധിക്കുള്ളിൽ ഈ 2 സിമ്മിൽ നിന്നും പരസ്പരം 12 സെക്കൻഡ് ഇൻകമിങ്ങും 1.18 സെക്കൻഡ് ഔട്ട് ഗോയിങ്ങും പോയിട്ടുണ്ട്. ആരെ വിളിച്ചു? സാർ ഉത്തരമില്ല. എന്നാൽ ഞങ്ങൾക്ക് ഉത്തരമുള്ള ഒരു കാര്യം ചോദിക്കട്ടെ. റിയാസിന് കിഡ്നി സ്റ്റോൺ ഉണ്ടല്ലേ? വഹാബിന്റെ വീട്ടിലെ ബാത്റൂമിൽ നിന്ന് ഒരു യൂറിൻ സാമ്പിൾ കിട്ടിയായിരുന്നേ. ഈ യൂറിൻ സാമ്പിളിൽ നിന്ന് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ ചടങ്ങ. പക്ഷെ നിന്റെ കാര്യത്തിൽ നീ ഭാഗ്യവാന. അവിടെ നിന്ന് കിട്ടിയ സാമ്പിളും നിന്റെ ഇവിടെ നിന്ന് എടുത്ത സാമ്പിളും പക്ക മാച്ചിങ്. എന്താണെന്നറിയോ റിയാസെ, ഇനി അവരിങ്ങോട്ട് വന്ന സംഗതി ആകെ കുഴയും. അവർ വേണ്ട രീതിയിൽ കൈവയ്ക്കും. നിന്നെ 1-ാം പ്രതിയാക്കി കേസ് ചാർജ് ചെയ്യും. പിന്നെ നിന്റെ ജീവിതം കഴിഞ്ഞു. കയറുറപ്പാ. സാറേ ഖത്തറിൽ ഞാൻ പണിയെടുത്തുകൊണ്ടിരുന്ന ഹോട്ടലിൻ്റെ മുതലാളിൻ്റെ മക്കളാണ് അമീറും സുൽഫിക്കറും.
അവർ പുതിയ ബിസിനസ്സിൽ കുറേ പൈസ വേണമായിരുന്നു. അത് മുതലാളി കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ അവർ കട്ടിട്ടെങ്കിലും പൈസ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എന്ത് ബിസിനസ്? അതറിയില്ല സാറേ. കണ്ടോന്റെ ബിസിനസ് കണ്ടിട്ട് നീ ഇത്ര റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിൽ നിനക്ക് എത്ര ലാഭം? കിട്ടുന്നതിൻ്റെ 10%. എന്നിട്ട് ഗൾഫിലെ ജോലി ഒഴിവാക്കിയ പിന്നെ ഞാൻ നാട്ടിലൊരു ഇലക്ട്രോണിക് ഷോപ്പ് തുടങ്ങിയിരുന്നു സാറേ. പിന്നെ വീടിൻ്റെ മെയിൻ്റനൻസ് പണിയെല്ലാം എടുത്ത് നടത്തി. എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ബന്ധുവാണ് വാക്ക. ചായ കുടിച്ചാ? ഇല്ല പറഞ്ഞു. കുടിച്ചിട്ട് പോണേ. ഓ ഞാൻ മുകളിലുണ്ട്. വേഗം നോക്കിടാ, എത്ര സമയമായത്. ഇതാക്കിയെന്നപ്പാ. സെറ്റാലോ. എന്തിനാ താഴത്തെ ക്യാമറ ഇങ്ങനെ ഫ്ലിക്കർ അടിക്കുന്നത്? ഇത് നോക്കിയേ. ഇതാ ശരിയാക്കാന്ന്. അമീറിനും സുൽഫിക്കറിനും വേണ്ട പൈസ ബഹാബ്ഖാന്റെ കയ്യിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ചായ കുടിക്ക്. അങ്ങനെയാണ് ഞാൻ ഖത്തറിൽ വിളിച്ചിട്ട് രണ്ടുപേരോട് ഈ കാര്യം പറയുന്നത്. അമീർ പറഞ്ഞ അനുസരിച്ച് ആദ്യം വന്ന് UP-ന്ന് 2 ഭായിമാരാ, ഹത്തോട, ബംബിയ. രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അമീറും സുൽഫിക്കറും മംഗലാപുരം എയർപോർട്ടിലെത്തിയത്. ഈ മിടുക്കന്മാരുടെ ഫോട്ടോ എല്ലാം കയ്യിലുണ്ട്. അവരാരും ഫോട്ടോവും നമ്പറൊന്നും എൻ്റെ കൈമില്ല സാറേ. അന്ന് വെക്കരുന്ന് അമീർ പറഞ്ഞേ. ഐറ്റങ്ങൾ എന്തായാലും ഫേസ്ബുക്കിലുണ്ടാവുമല്ലോ. ആർക്കും സംശയം തോന്നാണ്ടിരിക്കാൻ അവർ ഫേസ്ബുക്ക് കളയില്ല സാറേ. ഐ ഡി പറയടാ. അമീർ ഷായും സുൽഫിക്കർ അലിയും. ഇല്ലേതാടാ അവര്? അതിനാ സാർ. ഇതാ അത് സാർ.